ദിവസം എടുത്ത് അത്രയും പെൺകുട്ടികൾക്ക് ഒരുങ്ങി വരാൻ ഈ മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. കാരണം പലരും ഒരുങ്ങാൻ പോയപ്പോൾ 2 ദിവസം സമയമെടുത്തു. അതുകൊണ്ട് തന്നെ അത്തരം മേക്ക്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവൾ എവിടെയാണെങ്കിലും ഞാൻ അവളെ ആശംസിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ. ഐശ്വര്യമുള്ള സമയത്ത് എന്താണ് ആദ്യത്തെ വിഷയം ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോട്ടെ. കുഴപ്പമില്ല. മൈക്ക് വേണമെന്നില്ല. മൈക്ക് വേണ്ട. മൈക്ക് വേണ്ട, ധ്യാനചേട്ടന്റെ മൂടുകളല്ലേ. ധ്യാനചേട്ടന്റെ കേക്ക് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. മൈക്ക് ഓഫ് ആക്കിയാണെങ്കിൽ അല്ല ഞാനിപ്പോ എന്താ പറയാ, ജോളിച്ചേട്ടൻ എല്ലാവർക്കും നമ്മള് സിനിമക്കുള്ളിലുള്ള ആൾക്കാർ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അറിയില്ലേ? ഇത്രയും ഫേമസ് ആയ ഡേവിസൺ വേറെ പേരിൽ അറിയപ്പെടുന്ന അപ്പോ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധവും സ്നേഹബന്ധമാണ്. എനിക്ക് തോന്നുന്നു ജോളിച്ചേട്ടൻ മലയാള സിനിമയിലെ എന്താ പറയണ്ടേ, പ്രഗത്ഭരായിട്ടുള്ള കൺട്രോളറും ആയിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടും ലൈൻ പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് ഒരുപാട് സിനിമ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭം, ഭാര്യയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംരംഭം, ആദ്യം തന്നെ എല്ലാവരും ആശംസകളും. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറേ പദ്ധതികൾ, പല പല ബിസിനസ് പ്ലാനുകൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച ആൾക്കാരാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പദ്ധതി മാത്രമാണ് പുള്ളി എന്നോട് പറയാതെ തുടങ്ങിയ ഒരു പദ്ധതി. കാരണം വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കുറച്ച് കഥ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സിനിമ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയും അങ്ങനെ അന്ന് ചേട്ടനാണ് എന്നെ സിനിമ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞു വിടുകയും അവിടെ രാവിലെ തൊട്ട് 8 മണി തൊട്ട് ഒരു ഉച്ച വരെയാണ് ക്ലാസ്. ഈ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കും. ഞാൻ സിനിമ മാത്രം ചേട്ടനടക്കം എനിക്ക് ഒരു വാർണിംഗ് തരും, സിനിമയിലൊരു ശാശ്വതമായിട്ടുള്ള ഒരു കാര്യമല്ല സിനിമ എപ്പോഴും. ഇപ്പോൾ ജോളിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇതെന്താണ് തുടങ്ങാനുള്ള കാരണമല്ല, സിനിമയിൽ മാത്രം നമ്പി നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് ഒരു പരിപാടിയും കൂടെ തുടങ്ങിയേക്കാം. അങ്ങനെയുള്ള കാര്യം എൻ്റെ ചേട്ടനും എന്നോട് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയിലുള്ള വേറൊരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഹെയർ സ്റ്റൈലിംഗ്, മേക്കപ്പ് ഒക്കെയുള്ളൊരു കോഴ്സ് എടുത്തു. ശരിക്കും പിവറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഡൽഹി ബേസ്ഡ് ഒക്കെയാണ്. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ വൈകുന്നേരം 1 മണി തൊട്ട് 6 മണി വരെയുള്ള സമയം ഈ ക്ലാസ്സിൽ പോകും. അപ്പം എല്ലാം ഈ പ്രായം ചെന്ന സ്ത്രീകളും എൻ്റെ ബാച്ചിലാണ്. മറ്റേ സിനിമ പഠിക്കുന്നവിടെ പെണ്ണുങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ പെൺകുട്ടികളൊക്കെ. ഞാൻ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഞാൻ കയറിയപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തുകൊണ്ട് പഠിക്കണം ഈ മേഖലയിൽ, നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു ബാർബറാണ്, ഒരു സലൂൺ നടത്തുകയാണ്. അപ്പം അച്ഛൻ്റെ പാരമ്പര്യം തുടർന്ന് കാരണമാണ് കൃത്യമായിട്ടുള്ള കാരണം ആകെയുള്ളൊരു മെയിൽ സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. അങ്ങനെ ഹെയർ സ്റ്റൈലിംഗ്, മേക്കപ്പിൻ്റെ ബേസിക്സും ഹെയർ സ്റ്റൈലിങ്ങിനെ കുറിച്ച്. അപ്പോൾ ആദ്യം ഇവരൊരു ഡമ്മി തരും നമുക്ക്. ആ ഡമ്മിയിൽ നമ്മൾ ആദ്യത്തെ ബേസിക് സെറ്റിംഗ്, ഫ്രഞ്ച് ബ്രെയ്ഡ്, ഫിഷ് ടെയിൽ ബ്രെയ്ഡിങ്, മുടി പിന്നീട് സ്ട്രാൻഡ്സ് ഇട്ടത് പിന്നീട് ഇതൊക്കെ പഠിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ പല ഹെയർ കട്ട്സുകളും പരിപാടിയൊക്കെ. അങ്ങനെ ഇതിൻ്റെ ഒരു പരീക്ഷ വന്ന ദിവസം നമ്മൾ പുറത്തുനിന്ന് ഈ ഡമ്മിയിൽ ചെയ്യാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സുഹൃത്താരെയും കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ കട്ടിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തായ ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവരികയും ഇവളുടെ മുടിയിലാണ് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. അപ്പോൾ മണിച്ചതാളിൽ ശോഭന ചേച്ചി മറ്റേ കോറിഡോറിൽ ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങ് ഓടിപ്പോകൂലേ, അതുപോലെ ഇവളെ ഞാനൊന്ന് മുടിച്ചതാ മുടി. ആ കട്ടിങ്ങിൽ ഇവളെ മുടി ഒന്ന് കണ്ടപ്പോൾ ഇവള് ഭയങ്കര രോഷാകുലയായിട്ട് ഇവൾ ഇറങ്ങി ഓടിക്കളഞ്ഞു.
അതായിരുന്നു എൻ്റെ അവസാനത്തെ അനുഭവമല്ല ഓർമ്മ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവൾ എവിടെയാണെങ്കിലും ഞാൻ അവളെ ആശംസിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഈ ഒരു പ്ലാൻ, കാരണം ഈ ഒരു പ്ലാൻ എൻ്റെ പ്ലാനായിരുന്നു, വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്ലാനാണ് ഇത്. ഇന്ന് ജോളിച്ചേട്ടൻ വളരെ ഭംഗിയായിട്ട് ഇന്നൊരു തുടക്കം കുറിച്ചിരിക്കുന്നത്. വീണ്ടും ആശംസകൾ. അതോടൊപ്പം തന്നെ വിമൻസ് ഡേ ചേച്ചി നേരത്തെ സംസാരിച്ചു. അപ്പോൾ വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ ഇതൊരു കോട്ട് വായിച്ചതാണ്. ഇതൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ എന്നുള്ള രീതിയിലാണല്ലോ കോൺസെപ്റ്റ്. അപ്പം വിമൻസ് ഡേ ആദ്യം പ്ലാൻ ചെയ്തത് മാർച്ച് 6-ാം തീയതി ആയിരുന്നു. അത്ര 8-ാം തീയതി ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എടുത്ത് അത്ര പെൺകുട്ടികൾക്ക് ഒരുങ്ങി വരാൻ ഈ മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. കാരണം പലരും ഒരുങ്ങാൻ പോയപ്പോൾ 2 ദിവസം സമയമെടുത്തു. അതുകൊണ്ട് തന്നെ അത്തരം മേക്ക് ഓവറുകൾക്ക് DC മേക്ക് ഓവർ എല്ലാവരും ആശംസകളും വീണ്ടും നേരുന്നു. താങ്ക് യു സോ മച്ച്. മാഡം ചേച്ചി രണ്ട്